ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. വെൽക്കം ടു ശ്രീ കഫേ. ഇന്ന് 9-ാം തീയതി എൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു, ഭഗവാനെ വന്ദിച്ചു, വിളക്കൊക്കെ വെച്ചു. ഇന്ന് മുരുകൻ്റെ ദിവസമായതുകൊണ്ട് മുരുകന് 6 വെറ്റില ദീപം വെച്ചു. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക്. വ്ളോഗ് എന്ന് പറയുന്നത് പിറന്നാൾ അവിടെയാണ്, മോളുടെ വീട്ടിലാണ്, അവിടെയാണ് പോകുന്നത്. അപ്പോൾ മോർണിംഗ് വ്ളോഗ്. ഞാൻ സാമ്പാറും അതിനുള്ള ഇതൊക്കെ സാമ്പാറിനുള്ള കഷ്ണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുമ്പളങ്ങ, മത്തൻ, ക്യാരറ്റ്, തക്കാളി, ഇതാണ്. അപ്പോൾ എനിക്ക് ഓർഡറും കൊടുക്കണം. അവർക്ക് കൊടുത്തിട്ട് വേണം, ഒരു 10 മണിയോടുകൂടെ വേണം പോകാൻ. മോളെ ഷൊർണൂരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അമ്പലങ്ങളിലെ പ്രസാദം വാങ്ങി അവിടെ പോയി കുട്ടിയായിട്ട് പിറന്നാൾ കൊണ്ടാടി വരണം. എൻ്റെ പേരക്കുട്ടിയുടെ അന്ന് കാണിച്ചിരുന്നല്ലോ എൻ്റെ ബ്ലോഗിൽ. അപ്പോൾ ചെയ്യാറുള്ളൂ സാധാരണ. അങ്ങനെ ഞാൻ വേറെ ഇതാവാറില്ല, കാരണം എല്ലാവർക്കും അതാണ് ഇഷ്ടം, പൊടികളൊന്നും ഇഷ്ടമല്ല. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എന്നൊക്കെ. അപ്പോൾ ഇഡ്ഡലി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അമ്പലത്തേക്ക് 6:45 പോകണം, കാരണം ഇവിടെ അടുത്ത് ദുർഗാക്ഷേത്രമുണ്ട്. അവിടെ ഒരു ദിവസത്തെ പൂജയ്ക്കും പിന്നെ നാഗങ്ങൾക്ക് ആയില്യത്തിന് അടുത്ത് തന്നെ ഉണ്ട്. അവിടെ തന്നെ നാഗങ്ങളുമുണ്ട്. നാഗങ്ങൾക്ക് പ്രസാദത്തിന് വേണ്ടിയിട്ട് പൂജ, നൂറും പാലും പൂജയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടേക്കൊക്കെ പോകണം. അപ്പോൾ ഇന്നത്തെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീണ്ടും കാണാം ഇന്നൊരു ഇതിലൂടെ. അവിടെ ചെന്ന് മോൻ്റെ പേരക്കുട്ടിയുടെ ഇതെല്ലാം എടുത്ത് പിറന്നാളിൻ്റെ സദ്യയും ഒക്കെ എടുത്തിട്ട് അതും കൂടെ ഇതിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വെൽക്കം ബാക്ക് ടു ശ്രീ കിച്ചൺ. കാച്ച് യു ലേറ്റർ. ഓക്കെ, ബൈ. ഹാപ്പി പെരുന്നാൾ ആശംസകൾ. അച്ഛമ്മടെ സുന്ദരന്, അച്ഛമ്മടെ സുന്ദരന് ഹാപ്പി പെരുന്നാൾ. പായസങ്ങൾ കൊടുക്കുന്നു. കഴിച്ചോളൂ. അതെ, പപ്പടം എല്ലാം കഴിച്ചോളൂ.